ഓദോം തോയിലെ പൊടിമണ്ണ് കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ശേഷം തോട്ടത്തിന്റെ കാര്യവിചാരകനായി അവനെ തോട്ടത്തിലാക്കുന്നു. അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് അവനെ ഒരു ഗാഠനിദ്രയിലാക്കി അവന്റെ വാരിയിൽ നിന്നും സ്ത്രീയെ സൃഷ്ടിക്കുന്നു. ആ സ്ത്രീ ആദ്യമായിട്ട് ആ മനുഷ്യനെ കാണുമ്പോൾ അവൻ ആരായിരിക്കാം എന്നാണ് ചിന്തിച്ചിട്ടുണ്ടാവുക. ഒരു തോട്ടത്തിന്റെ നടുവിലായതുകൊണ്ട് തന്നെ അവനൊരു തോട്ടക്കാരനായിരിക്കാം എന്നാണ് അവൾ ചിന്തിച്ചിട്ടുണ്ടാവുക. ഇനി ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ട മഗ്ദലന മറിയം ചിന്തിച്ചത് എന്താണ്? യോഹന്നാൻ 20:15. അവളോ അയാൾ ഒരു തോട്ടക്കാരനെന്ന് വിചാരിച്ചു. ഓ മറിയാമേ, ഞാൻ തോട്ടക്കാരൻ തന്നെ, ഞാൻ പറുദീസായെ സ്ഥാപിച്ചോൻ ശ്രേഷ്ഠൻ. ഓ മറിയാമേ, ഞാൻ ജീവികൾ തൻ ജീവൻ താൻ, പുനരുജ്ജീവനമോടെഴുന്നേൽപ്പും ഞാൻ താൻ. ഞാൻ കൊല്ലപ്പെട്ടോൻ, ഞാൻ കല്ലറയാർന്നോൻ, തൊട്ടിടരുതേ ഞാൻ താതാ ദിഗമേറിയിട്ടില്ല, മഹിമയോടാ കബറിന്നെഴുന്നേറ്റേനെന്നേവം ശിഷ്യന്മാരോടായി നീ സുവിശേഷിക്ക. Here Jesus is the man and the bridegroom, and Mary Magdalene is the one who sent. അവൾ അയക്കപ്പെട്ടവരുടെ പ്രതീകമാണ്. She symbolizes the woman and the church. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പത്തി 2:23 ഒന്ന് മാറ്റി വായിക്കാം. ഇത് എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവുമാകുന്നു. ഇവൾ മണവാട്ടി എന്ന് വിളിക്കപ്പെടും. എന്തെന്നാൽ ഇവൾ മണവാളനിൽ നിന്ന് എടുക്കപ്പെട്ടവളാകുന്നു. മണവാളനായ ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളിലൂടെ എടുക്കപ്പെട്ട മണവാട്ടി സഭ.